ജമാഅത്തെ ഇസ്ലാമി പല ഘട്ടങ്ങളിലും CPM-നെ പിന്തുണച്ചിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത മതരാഷ്ട്രവാദം അവരുടെ മുന്നിൽ ചുമത്തുമ്പോൾ ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി ആയാലും SDP ആയാലും ഇപ്പോൾ ഇവിടെ നിരോധിക്കപ്പെട്ട സംഘടനകൾ, പാർട്ടികളല്ല ഇവരൊന്നും, അല്ലേ? പാർട്ടിയല്ല, പാർട്ടി നിരോധിക്കപ്പെട്ടിട്ടില്ല. അല്ല, നിരോധിക്കപ്പെട്ട പാർട്ടി വെൽഫെയർ പാർട്ടി നിരോധിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ നിരോധിക്കപ്പെടാത്ത ഒരു പാർട്ടിയെ ഈ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഏതാണ്? പോപ്പുലർ ഫ്രണ്ടാണ് നിരോധിക്കപ്പെട്ടത്. ഞാൻ പറഞ്ഞു, നിരോധിക്കപ്പെടാത്ത പാർട്ടികളെ RSSനെ കാണുന്നത് പോലെ തന്നെ കാണേണ്ടതുണ്ട്. അപ്പോൾ RSSനോടുള്ള വിമർശനം കുറയുകയും ഇപ്പുറത്ത് വിമർശനം കൂടുകയും ചെയ്യുന്നത് അത്ര ശരിയായ സമീപനമായിട്ട് ഞാൻ കാണുന്നില്ല. ഇനിയിപ്പോൾ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ സംരക്ഷകർ എന്ന വാദം CPM ഉന്നയിക്കുമ്പോൾ ആ സംരക്ഷകരാണ് എന്ന തോന്നൽ അവർക്ക് ഇല്ലാതിരുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ച് അവരുടെ വിശ്വാസമായി മുന്നോട്ട് പോകാൻ കഴിയുക, അവരുടെ അരക്ഷിതാവസ്ഥ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക, അവിടെയാണ് അവർ വോട്ട് ചെയ്യുക. അങ്ങനെ ഒരു അവസ്ഥ CPM-ന് ഇവിടെ സൃഷ്ടിക്കാൻ കഴിയും, ഈ തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അവർക്ക് ഇല്ലാതിരുന്നത് കൊണ്ട് അവർ പ്രതീക്ഷ അർപ്പിച്ചിടത്തേക്ക് വോട്ട് ചെയ്തു. അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്.